ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ക്ഷേമ പെൻഷൻ തടയപ്പെടാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദമായി അറിയുന്നതാണ്. കേരളത്തിൽ വയോജന, വിധവ, ഭിന്നശേഷി, കർഷക, തൊഴിൽ ഉൾപ്പെടെ പല സാമൂഹ്യ സുരക്ഷ പെൻഷനുകളും സർക്കാർ നൽകുന്നു. പക്ഷേ പലർക്കും അറിയാതെ പെൻഷൻ സ്റ്റോപ്പ് ആവുന്നുണ്ട്. ആദ്യ പ്രധാന കാരണം വാർഷിക വരുമാനം പരിധി കടക്കുന്നതാണ്. കുടുംബ വരുമാനം സർക്കാർ നിശ്ചയിച്ച പരിധിക്ക് മുകളിലായാൽ ഓട്ടോമാറ്റിക് ആയി പെൻഷൻ തടയും. രണ്ടാമത്തെ കാരണം ഭൂമി അല്ലെങ്കിൽ വീടിന്റെ വിവരങ്ങൾ ലാൻഡ് റെക്കോർഡിൽ മാറുന്നത്. പുതിയ പോക്കുവരവ് അല്ലെങ്കിൽ പട്ടയം പേരിൽ വന്നാൽ സിസ്റ്റം വീണ്ടും പരിശോധിക്കും. മൂന്നാമത്തെ കാരണം വാഹന ഉടമസ്ഥത സ്വന്തം പേരിൽ കാർ അല്ലെങ്കിൽ പുതിയ കൊമേഴ്സ്യൽ വാഹനം രജിസ്റ്റർ ചെയ്താൽ പലർക്കും പെൻഷൻ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. നാലാമത്തെ കാരണം സർക്കാർ ജോലി അല്ലെങ്കിൽ പെൻഷൻ ലഭിക്കുന്നത്. കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ സർവീസ് പെൻഷൻ ഉണ്ടെങ്കിൽ സാമൂഹ്യ സുരക്ഷ പെൻഷൻ അർഹത നഷ്ടമാകും. അഞ്ചാമത്തെ കാരണം ആധാർ ബാങ്ക് ലിങ്കിംഗ് പ്രശ്നം. ആധാർ സീഡിംഗ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് പ്രവർത്തനരഹിതം ആയാൽ തുക ക്രെഡിറ്റ് ആവില്ല. ആറാമത്തെ കാരണം ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകാത്തത്. പല പഞ്ചായത്തുകളും വർഷത്തിൽ ഒരിക്കൽ ജീവൻ സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്നു. നൽകാത്തവർക്ക് പെൻഷൻ തടയും. ഏഴാമത്തെ കാരണം ഡാറ്റാബേസ് വെരിഫിക്കേഷൻ. സർക്കാർ ഇപ്പോൾ KSRT സിസ്റ്റർ ഇലക്ട്രിസിറ്റി രജിസ്ട്രേഷൻ ലാൻഡ് റെക്കോർഡ് ഡാറ്റ എല്ലാം കൂട്ടി പരിശോധിക്കുന്നു. എട്ടാമത്തെ കാരണം ഇരട്ട പെൻഷൻ. ഒരാൾ രണ്ട് വിഭാഗത്തിൽ പെൻഷൻ വാങ്ങുന്നത് കണ്ടെത്തിയാൽ രണ്ടും സ്റ്റോപ്പ് ചെയ്യും. തിരിച്ചു അടക്കാനും നോട്ടീസ് വരാം. പെൻഷൻ സ്റ്റോപ്പ് ആയാൽ ആദ്യം പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷ നൽകി കാരണമെന്തെന്ന് എഴുതി വാങ്ങണം. ശേഷം ആവശ്യമായ രേഖകൾ നൽകി റീആക്ടിവേറ്റ് ചെയ്യാം. ഈ വിവരം പലർക്കും അറിയില്ല. അതിനാൽ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും അറിയിക്കുക. ഇത് കാരുണ്യ ഫിനാൻസ് മീഡിയ. ഈ വീഡിയോ കണ്ട് സഹായകമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.